ഏറ്റവും നവീനവും ആധുനികവുമായ നിലയിലാണ് കോഴിക്കോട് അമ്മത്തൊട്ടിൽ ഇന്നിപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ 7 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലഭിച്ചു. സ്വതന്ത്ര എന്നാണ് ആ കുഞ്ഞിന് ഞങ്ങൾ നൽകിയ പേര്. 2025 മാത്രമായി തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലായി സ്ഥാപിക്കപ്പെട്ട അമ്മത്തൊട്ടിലും മുഖാന്തരം 13 കുട്ടികളാണ് ശിശുക്ഷേമ സമിതിയുടെ സർക്കാരിൻ്റെ പരിചരണയ്ക്കായി എത്തിയിട്ടുള്ളത്. 2002 നവംബർ മാസം 14-ാം തീയതിയാണ് ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇതുവരെയായി 1049 കുരുന്നുകളെയാണ് അമ്മത്തൊട്ടിൽ മുഖാന്തരം സർക്കാരിൻ്റെ സംരക്ഷണയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തടക്കം പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിലുകളിൽ എത്തുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ വളർന്ന് വലുതാകുകയാണ്. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അവർ മറ്റൊരു രക്ഷകർത്താവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അഡോപ്ഷൻ പ്രക്രിയയിലൂടെ. കഴിഞ്ഞ 26 മാസത്തിനിടയിൽ 168 കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ അമ്മത്തൊട്ടിലുകളിലൂടെയും അല്ലാതെയും ശിശുക്ഷേമ സമിതിയുടെ പരിചരണയ്ക്ക് എത്തിയ 168 കുഞ്ഞുങ്ങളാണ് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ സ്വന്തം രക്ഷകർത്താക്കളുടെ അടുത്തേക്ക് എത്തുന്നത്. അനാഥത്വത്തിൽ നിന്ന് സനാഥത്വത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ സ്ഥാപിക്കപ്പെട്ട അമ്മത്തൊട്ടിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള അമ്മത്തൊട്ടിലാണ്. ഇവിടെ അമ്മത്തൊട്ടിലേക്ക് ഒരു കുഞ്ഞുമായി കടന്നു വരുന്ന ഏതൊരാളും അമ്മത്തൊട്ടിലേക്ക് കുഞ്ഞിനെ എടുത്തു വയ്ക്കുന്ന ഘട്ടത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ലൈറ്റ് ഓണാവും, തുടർന്ന് AC ഓണാവും. അതിനുശേഷം TV സ്ക്രീന് ഓണാകുകയും അമ്മത്തൊട്ടിൽ എത്തപ്പെട്ട കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകുകയും ചെയ്യും. അതിനുശേഷം കുഞ്ഞ് സുരക്ഷിതമാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം എന്ന സന്ദേശം കൂടി നൽകി കഴിയുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവെക്കാൻ വരുന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡോറ് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. പിന്നെ ആ ഡോറ് ഒരു കാരണവശാലും തുറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ആ ഡോറ് തുറക്കുന്നത് ഇവിടെ ആശുപത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുടെ കയ്യിലുള്ള ആക്സസ് കീ ആണ്. ആ ആക്സസ് കീ ഉപയോഗിച്ച് മാത്രമേ തുറക്കാൻ സാധിക്കൂ. കുഞ്ഞവിടെ എത്തി ഈ കുഞ്ഞിനെ വച്ച് ആൾ പുറത്തിറങ്ങി ഡോറ് ലോക്കായി കഴിയുമ്പോൾ ആ നിമിഷം തന്നെ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികളുടെ കയ്യിലും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ചുമതലക്കാരുടെ കയ്യിലുമുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ റിങ് ചെയ്യും. മൊബൈൽ ആപ്ലിക്കേഷൻ മുഖാന്തരമാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ റിങ് ചെയ്യുകയും ആ റിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടിലിനകത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ക്യാമറ ഓണാവുകയും ചെയ്യും. കുട്ടിയെ കൊണ്ടുവയ്ക്കുന്ന ഘട്ടത്തിൽ ക്യാമറ ഓണാവില്ല. കുട്ടിയെ കൊണ്ടുവയ്ക്കുന്ന ആൾ പുറത്തിറങ്ങി ഡോറ് ലോക്കായതിനു ശേഷം മാത്രമേ ക്യാമറ ഓണാവൂ. ക്യാമറ ഓണാവുകയും കുട്ടിയുടെ മൂവ്മെൻ്റ് അടക്കം നമുക്ക് അറിയാൻ സാധിക്കും. സ്വാഭാവികമായും അടുത്ത നിമിഷം തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വന്ന് കുഞ്ഞിനെ എടുക്കുന്ന നിലയുണ്ടാകും. പിന്നീട് ശിശുക്ഷേമ സമിതിയും നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ സമിതിയുടെ പരിചരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. അപ്പം 8 മണിക്കൂർ സമയം കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായി ഈ തൊട്ടിൽ കഴിയാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തടക്കം ലോകത്തിൻ്റെ ഏത് കോണിലും ഇത് മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന സംവിധാനം കൂടിയാണ് ഈ അമ്മത്തൊട്ടിലിൻ്റെ പ്രത്യേകത. അപ്പോൾ യഥാർത്ഥത്തിൽ 2025 ഏറ്റവും ആധുനികവും നവീനവുമായ അമ്മത്തൊട്ടിലാണ് ഇത്. മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള അമ്മത്തൊട്ടിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനത്തിലാണ് ശിശുക്ഷേമ സമിതി. ചെയ്യാൻ വേണ്ടിയിട്ട് IA ത്രൂ അന്നത്തെ MLA പ്രതിഭേട്ടൻ വഴി നമുക്ക് വന്നപ്പോൾ ഇതൊരു ഭയങ്കര നമ്മളൊരു പോയിന്റ് ഓഫ് എന്താ പറയുക കൺഫ്യൂഷനിലാക്കിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അവസാനം നമ്മൾ കുറെ ഇത് കഴിഞ്ഞിട്ട് ഇതിന് പേര് തന്നെ ചെയ്തത് ഇന്നവിറ്റബിൾ എന്നാണ്. ഇന്നവിറ്റബിൾ എന്ന് പറയുന്നത് ഇതൊരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോൾ ഇതൊരിക്കലും ഉപയോഗിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ സൊസൈറ്റിയിൽ മാറ്റി നിർത്താൻ പറ്റില്ല. ഇത് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ കൊണ്ടുവരുന്ന ഒരു അമ്മയുടെ, ഒരു കുട്ടീനെ ആണെങ്കിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം ആ അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഏറ്റവും അവസാനത്തെ ഡിസിഷൻ ആയിട്ടായിരിക്കും ഒരു കുട്ടീനെ ഉപേക്ഷിക്കാൻ വരുന്നത്. അപ്പം ആ കുട്ടീനെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന സമയം അവരുടെ മനസ്സിലുള്ള സംഘർഷാവസ്ഥകളെ പരിഗണിച്ചിട്ടാണ് ഇതെല്ലാം ഓരോ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി ഇവിടെ സെക്യൂർഡ് ആയിരിക്കുമെന്നും ആ കുട്ടി ഇവിടെ സുരക്ഷിതമായിരിക്കും എന്നുള്ള ഒരു അഷ്വറൻസ് ത്രൂ ദി ഡിസൈൻ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഈ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ
നമ്മളിവിടെ ആയിട്ട് രണ്ടാമത്തെ റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനൊരു താഴ്ച കൊണ്ടുവരുന്നതും ആ ഒരു ഹ്യൂമൻലി നേച്ചർ ഓർ കെയർ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഒരു സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഒന്നാമത്തെ വെല്ലുവിളികളിൽ തന്നെയായിരുന്നു നമ്മൾ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം. കാരണം ബീച്ച് ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം, കോഴിക്കോടത്തെ ബീച്ച് ഹോസ്പിറ്റൽ ഒരു കുറച്ചധികം എന്താ പറയുക, ഒരു നോട്ട് പോസിറ്റീവ്ലി ഒരു പേരുള്ളതല്ല. കുറച്ച് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും ഡ്രഗ് അബ്യൂസും കുറേ ആയിട്ട് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറിന് വേണ്ട പ്രൈവസി വേണം. എന്നാൽ ഇവിടെ ഒരുപാട് പ്രൈവസി കൊടുക്കാനും പാടില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊരു CCTV പോലും വെക്കാൻ, ഈ അമ്മ വരുന്നൊരു സ്ഥലത്തോട്ട് നമുക്ക് കൊടുക്കാൻ പോലും പാടുകയില്ല. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഓരോ സ്ട്രക്ചറും വെച്ചേക്കുന്നത് ഒരു ഈ പറയുന്ന ലെയേഴ്സ് ഓഫ് പ്രൈവസി, ലെയേഴ്സ് ഓഫ് സെമി പെർമിബിലിറ്റി വെച്ചിട്ടാണ്. പലതരത്തിൽ നമ്മുടെ നോർമൽ കാണുന്ന ജാളികൾ വെച്ചിട്ട് പ്രൈവസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, എന്നാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളു കാണുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും, ഭയങ്കര ഫീബിൾ ആയിട്ട്. പക്ഷെ എന്നാൽ കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ പ്രൈവസി കിട്ടും. ഇങ്ങനെയൊക്കെ പല ലെയേഴ്സ് ഓഫ് ഡിസൈൻ ഫിലോസഫികൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡിസൈനിലോട്ട് കൊണ്ടുവന്നതും ഇത് ഇംപ്ലിമെന്റ്